ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഇലക്ട്രീഷ്യൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുകയെന്നറിയാം. സെപ്റ്റംബർ 30 നമ്മുടെ എക്സാം വരുന്നത്. ക്രാഷ് കോഴ്സ് നമുക്ക് ടെലഗ്രാമിൽ നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ടെലഗ്രാമിലാണ് നമ്മളെ ക്ലാസ് വരുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ വേറൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 21 ഒക്ടോബർ ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് 10th പാസ്, പിന്നെ ITI സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ വിത്ത് വാലിഡ് വയർമാൻ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇതിൻ്റെ ഈ ഒരു എക്സാമിൻ്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയുള്ളവർ എൻ്റെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്കറിയാം നമ്മുടെ ഡിസംബറിൽ ഒരു നമ്മുടെ ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു എക്സാം വന്നിട്ടുണ്ട്. ഈ എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻസ്ട്രക്ടർ ട്രേഡ് 1 എക്സാമാണ്. അതിന് നമ്മുടെ പ്രത്യേകിച്ച് അങ്ങനെ സിലബസ് ഒന്നും PSC ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഓവറോൾ നമുക്ക് ആ ഒരു നമ്മുടെ നോട്ടിഫിക്കേഷൻ പേജിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻലി ഉള്ളത് ബേസിക് നമ്മുടെ മാത്സ് ഉണ്ട്, ടെക്നിക്കൽ മാത്സ് ഉണ്ട്, ബേസിക് മെക്കാനിക്കൽ ഉണ്ട്, ബേസിക് സിവിൽ ഉണ്ട്, പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ പാർട്ട് 1 തന്നെ ബേസിക് ഇലക്ട്രിക്കലും ഉണ്ട്, ഇലക്ട്രോണിക്സും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു സിലബസ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ വെച്ച് നമ്മളൊരു PSC സിലബസ് വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആ സിലബസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് നോക്കുക നിങ്ങൾ. അതിൽ ബേസിക് സിവില്, മെക്കാനിക്കൽ, അതേപോലെ മാത്സിൻ്റെയൊക്കെ അതിൽ ആ സിലബസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമാണ്. അതിൻ്റെ സിലബസും ഏറെക്കുറെ ഒരുപാട് സാമ്യമുണ്ട് ഇതുമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസ് ആ ഒരു സിലബസ് ആയിരിക്കും നമ്മുടെ മെയിൻലി വരുന്ന ബേസിക് എഞ്ചിനീയറിംഗ് മാത്സും മെക്കാനിക്കലും സിവിലും എല്ലാം ആ ഒരു കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിപ്പം അത് നിങ്ങൾ കവർ ചെയ്യുക. നമ്മുടെ ബേസിക് എഞ്ചിനീയറിംഗ് മാത്സും മെക്കാനിക്കലും സിവിലും ആ ഒരു പോർഷൻസ് കവർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കവർ ചെയ്യണം. അങ്ങനെ നമുക്ക് ഓവറോൾ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെപ്റ്റംബർ 21 ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സെറ്റ് 8 വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇത്രയും സെറ്റ് 8 വരെ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു സെറ്റ് 9 ഇലക്ട്രീഷ്യൻ്റെ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് എ DC സീരീസ് മോട്ടർ അറ്റ് നോ ലോഡ് ഈസ്. നോ ലോഡ് കണ്ടീഷനിൽ നമ്മുടെ DC സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ കോയിൽ ഓഫ് 1000 വാട്ട് 250 വോൾട്ട് ഇലക്ട്രിക് ലാമ്പ് ഈസ്. നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം പവറിനൊരു ഇക്വേഷൻ ഉണ്ട്, പവർ ഈക്വൽ ടു V²/R. ഇത് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് മുകളിൽ വരുമ്പോൾ പവർ താഴെ വരും. R = V²/P വെച്ച് നിങ്ങളിത് കണ്ടുപിടിക്കുക. നമ്മുടെ ആൻസർ വരുമ്പോൾ 62.5 Ohm കിട്ടും. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് കേബിൾസ് ആർ യൂസ്ഡ് ഇൻ അപ്ലയൻസസ് സച്ച് ആസ് ഹീറ്റേഴ്സ്, ഇലക്ട്രിക് അയൺ, റേഡിയോസ് എക്സെട്ര. താഴെ തന്നിരിക്കുന്നതിൽ ഏത് കേബിളാണ് ഹീറ്റേഴ്സും ഇലക്ട്രിക് അയണും അതുപോലെ റേഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്നത്? ഏത് കേബിളാണ്? ഫ്ലെക്സിബിൾ കേബിൾസ് ആണ്. കേബിൾസിനെ കുറിച്ചൊക്കെ ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി പഠിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് എർത്ത് ഈസ് നോട്ട് ലെസ് ദാൻ ഡാഷ്. അതായത് നമ്മുടെ കണ്ടക്ടേഴ്സും എർത്തും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ എത്ര ഓം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ലെസ് ദാൻ 1 മെഗാ ഓം ആണ്. ഓക്കെ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 2 പാരലൽ വയേഴ്സ് ക്യാരി കറണ്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ദേ ഡാഷ്. 2 പാരലൽ വയേഴ്സ് കറണ്ട് ഒരേ ഡയറക്ഷനിലാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അവരെന്ത് പറ്റും? അത് അട്രാക്റ്റ് ആണ്. ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു അത് റെപ്പലല്ലേന്ന്. പക്ഷേ അതിന് ആൻസർ വരുന്നത് അട്രാക്റ്റ് ആണ്. ഓക്കെ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ECE എന്ന് വെച്ചാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ഓഫ് സിൽവർ എന്ന് പറയുന്നത് ഡാഷ് ഗ്രാം പെർ കൂളും. അപ്പം അതാണ് നമ്മൾ സിൽവറിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ്. കുറച്ച് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റിൻ്റെ കുറച്ച് മെറ്റൽസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. അത് പഠിക്കുക. അത് ബേസ് ചോദിക്കുന്നുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. കാണാതെ പഠിക്കുക. കുറച്ച് മെറ്റൽസിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് കാണാതെ പഠിക്കാം. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 0.00118 ഗ്രാം പെർ കൂളമ്പാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ട്രാൻസ്ഫോമർ കോപ്പർ ലോസസ് ആർ ഫൗണ്ട് ബൈ.
ട്രാൻസ്ഫോമറിൽ കോപ്പർ ലോസ് ഏത് ടെസ്റ്റാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ ഏത് ലോസ് ആയിരിക്കും? നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ഷോർട്ട് ടെസ്റ്റ് ആർ സഫിഷ്യൻറ്റ് ടു ഡിറ്റർമിൻ ഡാഷ് ഓഫ് ട്രാൻസ്ഫോമർ. അതായത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും ഏത് ട്രാൻസ്ഫോമറിനെ എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം ലാബിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും. ട്രാൻസ്ഫോമറിനെ 2 എക്സ്പെരിമെൻ്റായി നമ്മൾ ചെയ്യുന്നുണ്ട് ലാബിലൊക്കെ. അതിൽ നമുക്കറിയാം ഇതിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, എന്താണ് കണ്ടുപിടിക്കുക? അതിൻ്റെ എഫിഷ്യൻസിയാണ്. ഈ 2 ടെസ്റ്റും ചെയ്യുന്നത് വഴി ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഹൈ പവർ ആപ്ലിക്കേഷൻസിലൊക്കെ ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്സ് ആണ്? കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. എന്താണ് കോർ ടൈപ്പ്, എന്താണ് ഷെൽ ടൈപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വെറി ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു വീലിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ. കോർ ടൈപ്പ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ദെയർ ആർ ഡാഷ് മാഗ്നറ്റിക് പാത്ത്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ എത്ര മാഗ്നറ്റിക് പാത്ത് ഉണ്ടെന്ന് വെച്ചിട്ട്, എത്ര മാഗ്നറ്റിക് പാത്ത് ഉണ്ട്? 2 മാഗ്നറ്റിക് പാത്ത് ഉണ്ട്. 2ൻ്റെ ഡിഫറൻസിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തൊരു യൂട്യൂബിലുണ്ട് വീഡിയോ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ ഫിൽഡ് ഇൻ ദ ബ്രീത്തർ നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ ഇൻറ്റർണൽ പാർട്സിൽ വരുന്നതാണ്. ഓക്കെ. ബ്രീത്തറിൻ്റെ അകത്ത് ഏത് മെറ്റീരിയലാണ് ഫിൽ ചെയ്തിട്ടുള്ളത്? ഏതാ നമുക്കറിയാം? ഇറ്റ് ഇസ് സിലിക്ക ജെൽ അല്ലേ. ഓക്കെ. ട്രാൻസ്ഫോമറിൻ്റെ പാർട്സിൽ വരുന്നതാണ്. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങളത് പഠിക്കുക, പാർട്സിലൊക്കെ പഠിക്കുക. കൺസർവേറ്റർ അങ്ങനെ കുറച്ച് പാർട്സ് ഉണ്ട്, ബ്രീത്തർ, എക്സ്പ്ലോഷൻമെൻറ്റ്, അങ്ങനത്തെ കുറച്ച് പാർട്സ് ഉണ്ട്. അതിനെയൊക്കെ കുറിച്ചുള്ള നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കാം. ഓക്കെ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്ഫോമർ വിച്ച് ഹാസ് നോ ലോസസ് അറ്റ് ഓൾ ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു ട്രാൻസ്ഫോമറിൽ ലോസസ് ഒന്നും ഇല്ലാത്ത ട്രാൻസ്ഫോമർ അറ്റ് ഓൾ എന്ന് പറയുന്ന ഏത് ട്രാൻസ്ഫോമർ ആണെന്ന് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം? അതിന് ലോസസ് ഒന്നും ഇല്ല എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ HT ലൈൻസ് ദ വോൾട്ടേജ് ഈസ് മെഷേർഡ് ബൈ. ഹൈ ടെൻഷൻ ലൈൻസിലൊക്കെ വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഏതാണ്? ഇറ്റ്സ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ. ഹൈ ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. ഓക്കെ. ഹൈ ട്രാൻസ്മിഷൻ ലൈൻസിലൊക്കെ നമ്മുടെ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഏതാണ്? പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വഴിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓൾട്ടർനേറ്റേഴ്സ് ഹാവിങ് സേലിയൻറ്റ് പോൾ ടൈപ്പ് റോട്ടേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ഡാഷ് സ്പീഡ് മെഷീൻസ്. നമ്മുടെ ഓൾട്ടർനേറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൽ ഓൾട്ടർനേറ്റേഴ്സിൽ സേലിയൻ പോൾ ടൈപ്പ് റോട്ടേഴ്സ് ആണെങ്കിൽ അതിൽ ഏത് സ്പീഡ് ടൈപ്പ് മെഷീൻസ് ആണെന്ന്, ഏതാണ് മെഷീൻസിന് എങ്ങനത്തെ സ്പീഡാണ്? സ്ലോ ആണോ, മീഡിയം ആണോ, ഹൈ ആണോ? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സ്ലോ സ്പീഡ് മെഷീൻസ് ആണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ പ്ലേറ്റ് എർത്തിങ് ദ തിക്നെസ് ഓഫ് കോപ്പർ പ്ലേറ്റ് ഈസ്. ഇപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എർത്തിങ് പഠിക്കുക, എർത്തിങ്ങിൽ പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ പഠിച്ചിരിക്കുക. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുപോലെ നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. ആ പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിനെ കുറിച്ച് എന്തായിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചു വരുന്നതാണ് ഇലക്ട്രീഷ്യൻ ലെവൽ എക്സാംസിൽ. എത്രയാണ്? 3.18 മില്ലിമീറ്ററാണ് ആൻസർ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ആൻ അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ ലൈൻ. ഒരു അമ്മീറ്റർ നമ്മുടെ ലൈനിൽ പാരലായിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് എന്ത് സംഭവിക്കും? എന്ത് പറ്റും? അതെന്താണ്? കോയിൽ വിൽ ബേൺ ഔട്ട് ചെയ്യും. അവിടുത്തെ ആ ഒരു കോയിൽ ബേൺ ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അമ്മീറ്റർ പാരലായി കണക്ട് ചെയ്താൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ ഡാഷ് വിത്ത് ദി ആർമേച്ചർ. നമ്മുടെ ആർമേച്ചറിൽ ഇൻ്റർപോൾസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണോ, പാരലായിട്ടാണോ, എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചിട്ടുള്ളത്? എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. എന്താണ് ആർമേച്ചർ റിയാക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ എഫക്റ്റ്, ആർമേച്ചർ റിയാക്ഷൻ കാരണം എന്താണ് സംഭവിക്കുക? എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്? എന്താണ് അത്? ആർമേച്ചർ റിയാക്ഷൻ കാരണം നമ്മുടെ മെയിൻ ഫ്ലെക്സ് ഉണ്ട്, ആർമേച്ചർ ഫ്ലെക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെയിൻ ഫ്ലെക്സ് എന്ത് ചെയ്യും? വീക്കൻസ് ദി മെയിൻ ഫ്ലെക്സ് ആൻഡ് ഡിസ്റ്റോർട്സ് ഇറ്റ്. ഹെവി സ്പാർക്കിംഗ് ഓൺ ദി കമ്പ്യൂട്ടർ വീക്കൻസ് ദി EMF ജനറേറ്റർ. ആർമേച്ചർ റിയാക്ഷൻ എന്നൊരു കണ്ടീഷൻ വരണമെങ്കിൽ ഈ 3 കണ്ടീഷൻസും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓൾ ഓഫ് ദി എബോയാണ് ആൻസർ വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു എഫക്ട്സ്, ഈ ഒരു ആർമേച്ചർ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഈ എഫക്റ്റ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ബൈ യൂസിങ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, വൈൽ പ്രിപ്പയറിങ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ഡാഷ്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എന്ത് ആഡ് ചെയ്യണം? എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ആസിഡ് ടു ദ വാട്ടർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യുക? ആ വാട്ടറിലോട്ട് ആസിഡ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് സൾഫ്യൂരിക് ആസിഡിലോട്ട് എന്താണ്? വാട്ടർ ആഡ് ചെയ്യുക. ഓക്കെ.
അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് സ്ലിപ്പ് റിംഗ് ഇൻ DC മെഷീൻ. DC മെഷീൻസിനകത്ത് സ്ലിപ്പ് റിങ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു ഗീവ് കറണ്ട് ടു ദ മെഷീൻ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോട്ടർ യൂസ് ഇൻ റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണ്? കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ആണ് തന്നിട്ടുള്ളത്. നിങ്ങളതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓഫ് എ DC ജനറേറ്റർ ഈസ് ഡാഷ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓഫ് എ DC ജനറേറ്ററിൻ്റെ ആർമേച്ചർ കണ്ടക്ടേഴ്സിലുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ഏത് കറണ്ടാണെന്നും ഏത് കറണ്ടാണ്? ഇറ്റ് ഇസ് AC. ICTP സ്വിച്ചസ് ആർ യൂഷ്വലി റേറ്റഡ് ഫോർ. എന്താണ് ICTP എന്ന് വെച്ചാൽ? അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ സ്വിച്ചാണ് ICTP സ്വിച്ചസ് എന്ന് പറയുന്നത്. ആ മെയിനിൽ എന്താണ് അതിൻ്റെ റേറ്റ്? അത് എന്തിലാണ് റേറ്റ് ചെയ്യുന്നത്? ICTP സ്വിച്ച് എന്ന് പറഞ്ഞാൽ ബോത്ത് യൂഷ്വലി റേറ്റഡ് ഫോർ ബോത്ത് കറണ്ട് ആൻഡ് വോൾട്ടേജ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, 1 മെട്രിക് ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 735.5 വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് ആൻ AC 3-phase മോട്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. സ്പീഡിൻ്റെ ഇക്വേഷൻ ഒക്കെ അറിയാം. NS = 120 F/P. അതെന്ന് പറയുന്നത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. നമുക്കറിയാം NS = 120 F/P ആണല്ലേ. അപ്പോൾ ഇത് എന്തിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? NSഉം നമ്മുടെ പോൾസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 32ാമത്തെ ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് ആൻ AC 3-phase മോട്ടർ ആർ ഡബിൾഡ്, ദ സ്പീഡ് വിൽ ബി. അതായത് ഒരു AC 3-phase മോട്ടറിൻ്റെ സ്പീഡ് ഡബിൾ ആയി കഴിഞ്ഞാൽ, സ്പീഡ് ഓഫ് എ AC 3-phase മോട്ടർ ആർ ഡബിൾ, ദ സ്പീഡ് വിൽ ബി എന്തായി മാറും? സ്പീഡ് ഡബിൾ ആയി കഴിഞ്ഞാൽ എന്താ? ഹാഫ് ആണ് കേട്ടോ ആൻസർ. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആർ യൂസ്ഡ് വെയർ ഡാഷ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് റിക്വയർഡ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അതുപോലെ അത് എത്ര സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് വേണം? ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ, നോർമൽ ആണോ ചോദിച്ചിട്ടുള്ളത്? ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് റിക്വയർഡ് ആണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. ഇത് ഏതിലാണ് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയി മാറുന്നത്? ഏത് മോട്ടറിലാണോ, ജനറേറ്ററിലാണോ, അതോ ബോത്ത് മോട്ടർ ജനറേറ്റർ ആണോ ചോദിച്ചിട്ടുള്ളത്? ഏതിലാണ്? നമുക്കറിയാം ഏതിലാണ്? ഇറ്റ് ഈസ് ഇൻ മോട്ടറിലാണല്ലേ. അപ്പോൾ നമ്മുടെ ജനറേറ്ററിലാണെങ്കിൽ എന്താണ്? മെക്കാനിക്കൽ എനർജി എന്തായി മാറും? ഇലക്ട്രിക്കൽ എനർജിയായി മാറും. ട്രാൻസ്ഫോമറിലാണെങ്കിൽ എന്താണ്? അവിടെ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ടു ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത് ട്രാൻസ്ഫോമറിൽ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡക്ഷൻ മോട്ടർ റൺസ് അറ്റ്. ഇൻഡക്ഷൻ മോട്ടർ ഏത് സ്പീഡിലാണ് റൺ ചെയ്യുന്നത്? ഇറ്റ് ഈസ് റൺ അറ്റ് ബിലോ സിംഗണസ് സ്പീഡാണ്. ദ പൊളാരിറ്റി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ. ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പൊളാരിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ എൻഡ് റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ MKS സിസ്റ്റത്തിൽ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത്, MKS സിസ്റ്റത്തിൽ ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെബറാണ്. പവർ ഫാക്ടർ ഓഫ് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എന്താണ്? ഇറ്റ് ഈസ് യൂണിറ്റി. റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് എ 4-pole ഓൾട്ടർനേറ്റർ റണ്ണിങ് അറ്റ് 1500 RPM വിൽ ബി. ഇത് നിങ്ങൾക്കറിയാം. ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല F = 120 F/P ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് 50 Hz ആണ് വരുന്നത്. അടുത്ത ലാമിനേറ്റഡ് സിലിക്കൺ കോഴ്സ് ആർ യൂസ്ഡ് ഫോർ. ലാമിനേറ്റഡ് സിലിക്കൺ കോഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് അയൺ ലോസസ്. സെക്കൻഡ് ലോ ഓഫ് എലിമിനേഷൻ ഈസ് കോൾഡ് ഡാഷ്. സെക്കൻഡ് ലോ ഓഫ് എലിമിനേഷൻ എന്താണ് പറയുന്നത്? ലാംബേർട്ട്സ് കൊസൈൻ ലോ. എന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ, ലാംബേർട്ട്സ് കൊസൈൻ ലോ ഒക്കെ ഞാൻ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 37ാമത്തെ ക്വസ്റ്റ്യൻ, 1 വെബർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 10⁸ ലൈൻസ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, 1 വെബർ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, 10⁸ ലൈൻസ്. ഓക്കെ, ശരിയാണ്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ, ബൈ റെഡ്യൂസിങ് ഫീൽഡ് ഫ്ലക്സ് ദ സ്പീഡ് ഓഫ് എ മോട്ടർ ഈസ്. നമ്മുടെ ഫ്ലക്സ് കുറയ്ക്കുമ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡിന് എന്താ പറ്റുന്നത്? സ്പീഡ് എന്താണ്? ഇൻക്രീസസ് ആണ്. നമുക്കറിയാം സ്പീഡും ഫ്ലക്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെഗർ വോൾട്ടേജ് ഫോർ ടെസ്റ്റിംഗ് 250 വോൾട്ട് ഇൻസ്റ്റലേഷൻ ഷുഡ് ബി. എത്രയാണ്? ഒരു 250 വോൾട്ട് ഇൻസ്റ്റലേഷൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഗർ വോൾട്ടേജ് എന്ന് പറയുന്നത് 500 വോൾട്ട് ആണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, പവർ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ്. എന്തിനാണ് പവർ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ്? എന്താണ് പവർ ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാലേ, cos phi ആണ് അല്ലേ പവർ ഫാക്ടർ. cos phi = റെസിസ്റ്റൻസ് ബൈ ഇംപിഡൻസ് ആണ്. R/Z ആണ് ആൻസർ. അതുപോലെ തന്നെ ട്രൂ പവർ ഡിവൈഡ് ബൈ അപ്പാരൻ്റ് പവർ, അതും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന് ആൻസർ R/Z B ആണ് ആൻസർ.
അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസ്ഫോമർ അയൺ ലോസസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ഡാഷ്. ട്രാൻസ്ഫോമറിനകത്ത് അയൺ ലോസസ് ഏത് ടെസ്റ്റ് വഴിയാണ് കാണുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. The rotating magnetic field in a 3-phase 6-pole 50 Hz slip-ring induction motor will rotate at dash RPM. ഇത് നിങ്ങൾക്ക് അറിയാൻ ചെയ്യാം, നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 1000 RPM. കിട്ടുന്നുണ്ടോ ചെയ്ത് നോക്കുക. 43ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടിന്യൂറ്റി ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് യൂഷ്വലി ചെക്ക്ഡ് ബൈ. എന്താണ് കണ്ടിന്യൂറ്റി? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് ഏതാണ്? ഏത് ഡിവൈസാണ്? ഓമീറ്റർ ആണോ, അമ്മീറ്റർ ആണോ, മെഗർ ആണോ, ഏതാണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഇറ്റ് ഈസ് മെഗർ. Crackle test on transformer oil is to be find out the presence of dash. ട്രാൻസ്ഫോമറിലെ ക്രാക്കിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ ഓയിലിലെ ക്രാക്കിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓഫ് വാട്ടറാണ്. ട്രേഡ് നെയിം ഓഫ് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ട്രേഡ് നെയിം എന്താണ്? ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ട്രേഡ് നെയിം. ASKARAL, എസ്കരൽ. തെർമോസ്റ്റാറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ അയൺ. ഇലക്ട്രിക്കൽ അയണിൽ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് ഏത് ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്? ഏത് ടൈപ്പാണ്? ഇതും ചോദിച്ചു തരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഒക്കെ. ഇറ്റ് ഈസ് ബൈമെറ്റാലിക് ടൈപ്പ്. 47ാമത്തെ ക്വസ്റ്റ്യൻ. ടേബിൾ ഫാൻ വിത്ത് ഡബിൾ ഇൻസുലേഷൻ നീഡ് നോട്ട് ഹാവ്. ടേബിൾ ഫാന് വിത്ത് ഡബിൾ ഇൻസുലേഷൻ നീഡ് നോട്ട് ഹാവ്. ഏതിലാണ് ഡബിൾ ഇൻസുലേഷൻ കൊടുക്കാതെ ടേബിൾ ഫാനിൽ? അപ്പോൾ എന്ത് വേണ്ട അതിന്? ഇറ്റ് ഈസ് ഡസ് നോട്ട് ഹാവ് എർത്ത് വയർ. കപ്പാസിറ്റി ഓഫ് സെൽ ഈസ് മെഷേർഡ് ഇൻ. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആംബിയർ അവർ. 49ാമത്തെ ക്വസ്റ്റ്യൻ. ദ ചേഞ്ച് ഓവർ ടൈം ഇൻ എ സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വിൽ ബി ഡിസൈഡ് ബൈ ദ ഡാഷ്. ഒരു സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ചേഞ്ച് ഓവർ ടൈം എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബൈ യൂസിങ് ആൻ ഓപ്പറേറ്റർ. ദ ഡിസ്ക് ഓഫ് എൻ എനർജി മീറ്റർ ഈസ് റൊട്ടേറ്റിംഗ് ഈവൻ വിത്തൗട്ട് കണക്റ്റിംഗ് എനി ലോഡ് ദർ ഈസ് കോൾഡ്. അതായത് ലോഡൊന്നും കണക്ട് ചെയ്യാതെ എനർജി മീറ്ററിൻ്റെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു എയറിനെ നമ്മൾ എറർ പറയും. ആ എറർ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ക്രീപ്പിംഗ് എറർ. ഇതും എപ്പോഴും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇന്ത്യ ദ ജനറേറ്റിംഗ് വോൾട്ടേജ് ഈസ് എത്രയാണ്? 11 kV. അറിയാലോ. അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ്. പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തിന് സെയിം ആണ്? ഇറ്റ് സെയിം ആസ് എ DC മോട്ടർ. മോ ഈസ് ദ യൂണിറ്റ് ഓഫ്. എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇറ്റ് ഇസ് യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ്. എനർജി മീറ്റർ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏത് ടൈപ്പായിട്ട്? ഇറ്റ്സ് ആൻ ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇതിലേക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ടർമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഓൺ. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ടർമീറ്റർ ഏതിലാണ് യൂസ് ചെയ്യുന്നത്? ക്യാൻ ബി യൂസ്ഡ് ഓൺ ബോത്ത് AC ആൻഡ് DC. 56ാമത്തെ ക്വസ്റ്റ്യൻ. 2 പൈക്കോ ഫാരഡ് എന്ന് പറയുന്നത് എത്രയാണ്? പൈക്കോ എന്ന് പറഞ്ഞാൽ 10 × 10⁻12 ഫാരഡ് ആണ്. ഇൻ കേസ് ഓഫ് ഇലക്ട്രിക്കൽ ഫയർ ഇൻ ഓപ്പൺ എയർ ഡാഷ് എയർ എക്സ്റ്റിങ്ക്വിഷർ ഈസ് യൂസ്ഡ്. ഓപ്പൺ എയറിലാണ് ഇലക്ട്രിക്കൽ ഫയർ ഉണ്ടാകുന്നത്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എക്സ്റ്റിങ്ക്വിഷറാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഇറ്റ് ഈസ് കാർബൺ ടെട്രാ ക്ലോറൈഡ് ടൈപ്പാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ. EMF ഓഫ് എ സ്റ്റാൻഡേർഡ് സെൽ എത്രയാണ്? ഈക്വൽ ടു ഡാഷ് വോൾട്ട്. EMF ഓഫ് എ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു 1.09 വോൾട്ട് ആണ്. അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രൈ സെൽ ഇസ് ദ മോഡിഫൈഡ് ഫോം ഓഫ് ഡാഷ്. ഡ്രൈ സെൽ എന്ന് പറയുന്നത് എന്തിൻ്റെ മോഡിഫൈഡ് ഫോമാണ്? ഇറ്റ്സ് ദ മോഡിഫൈഡ് ഫോം ഓഫ് ലെഗ്രാഞ്ച് സെൽ. 60ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് അറൗണ്ട് എ വയർ ക്യാരിങ് കറണ്ട് ക്യാൻ ബി ഫൗണ്ട് ബൈ. ഏത് റൂളാണ്? ലൈൻസ് ഓഫ് ഫോഴ്സ് അറൗണ്ട് എ വയർ ക്യാരിങ് കറണ്ട് ക്യാൻ ബി ഫൗണ്ട് ബൈ. ഇതിൻ്റെയൊക്കെ തിയറി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഏതാണ്? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പിംഗ് റൂൾ. 61ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർട്ടി ഓഫ് റീറ്റെയിനിങ് മാഗ്നറ്റിസം ബൈ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് കോൾഡ് ബൈ ഡാഷ്. മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യുന്ന ആ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, അതിൻ്റെ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് റെറ്റൻറ്റിവിറ്റി. സീരീസ് ഫൗണ്ട് DC ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ. സീരീസ് ഫൗണ്ട് DC ജനറേറ്റർ യൂസ് ചെയ്യുന്ന ബൂസ്റ്റേഴ്സിലാണ്. ഇൻ്റർപോൾസ് ആർ പ്രൊവൈഡഡ് ഇൻ ദ മെഷീൻ ഫോർ ഡാഷ്. എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ഇൻ്റർപോൾസിൻ്റെത്. എന്താണ് ഇൻ്റർപോൾസ്? എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോർ എ സ്മൂത്ത് കമ്മ്യൂട്ടേഷൻ. 64ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ലെഡ് ആസിഡ് സെൽ ഓൺ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ കളർ ഓഫ് ദി നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെഡ് ആസിഡ് സെല്ലിൽ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിൽ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ഇത് സ്ലേറ്റ് ഗ്രേ ആണ്. സെഡിമെൻറ്റേഷൻ ഈസ് എ ഡിഫക്റ്റ് ഓൺ. എന്തിൻ്റെ ഡിഫക്റ്റ് ആണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം. ഇറ്റ് ഈസ് എ ഡിഫക്റ്റ് ഓഫ് ഏതിൻ്റെയാണ്? ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഡിഫക്റ്റ് ആണ്. ARC എക്സ്റ്റിങ്ക്വിഷിംഗ് ചാമ്പർ ഈസ് പ്രൊവൈഡഡ് ഇൻ. ARC എക്സ്റ്റിങ്ക്വിഷ് ചാമ്പർ പ്രൊവൈഡ് ചെയ്യുന്ന എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? MCBയിലാണ്. If a 4 meter wire has a resistance of 2 ohm, then 8 meter wire will have a resistance of dash ohm. 4 meter resistance of വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ohm ആണെങ്കിൽ 8 meter വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ ഇക്വേഷൻ R = ρl/A വെച്ചൊക്കെ ചെയ്ത് നോക്കാം. ചെയ്ത് ആൻസർ കിട്ടുന്നതെന്ന് നോക്കുക. നമ്മുടെ ആൻസർ വരുന്നത് 67ൻ്റെ ആൻസർ വരുന്നത് C4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, ഇനി AC മെഷീൻ ബെസ്റ്റ് എഫിഷ്യൻസി ഈസ് ഗീവൺ ബൈ ഡാഷ്. എത്രയാണ്? ബൈ ട്രാൻസ്ഫോമർ ആണ്. 2.22 KD KC 5 FZ വോൾട്ട്സ് ഇസ് ദ ഫോർമുല ഫോർ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ഡാഷ്. നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇതിൽ ഏതിൻ്റെ ഫോർമുലയാണ്? നമ്മുടെ EMF ഇക്വേഷൻ ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതിൻ്റെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതിൻ്റെയാണ്? ഇറ്റ്സ് EMF ഇക്വേഷൻ ഓഫ് എൻ ഓൾട്ടർനേറ്റർ ആണ്. അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ, ആർമറിങ് ഈസ് എ പ്രൊട്ടക്റ്റീവ് പാർട്ട് ഓഫ്. എന്താണ് ആർമറിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഇത് അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെയാണ്. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഓവർഹെഡ് ലൈൻസിലാണ് യൂസ് ചെയ്യുന്നത്. പെർമിബിലിറ്റി ഓഫ് എ മാറ്റി മെറ്റീരിയൽ ഇസ് ഗിവൺ ബൈ. പെർമിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഗിവൺ ബൈ B ബൈ റേഷ്യോ ഓഫ് എന്തിൻ്റെയൊക്കെ മാറ്റി ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുക. B/H ആണ്. ഇതും ചോദിച്ചിട്ടുള്ള വരുന്നതാണ്, റിപ്പീറ്റ് ചോദിച്ചിട്ട് വരുന്നതാണ്. മാറ്റി ഫ്ലക്സ്റ്റൻസിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ B/H. ഓക്കെ. 73ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസ് ഈസ്. മാഗ്നറ്റിക് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബി ടേൺസ് പെർ വെബർ. ഈ യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് പഠിക്കുക. നമ്മുടെ ഇലക്ട്രീഷ്യൻ ലെവൽ എക്സാംസ് ITI ലെവലായതുകൊണ്ട് യൂണിറ്റ്സ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് എപ്പോഴും ചോദിച്ചു വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ വിടാതെ പഠിക്കുക. ഓക്കെ. 74ാമത്തെ ക്വസ്റ്റ്യൻ, സിങ്ക്രണസ് മോട്ടോർ യൂസ്ഡ് ഫോർ PF പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ്. സിങ്ക്രണസ് മോട്ടോർ യൂസ് ചെയ്യുന്ന ഏത് കണ്ടീഷനിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഏത് കണ്ടീഷനാണ്? ഇറ്റ് ഇസ് ഇൻ ഓവർ എക്സൈറ്റഡ് കണ്ടീഷൻ. ഫ്യൂസിങ് ഫാക്ടർ ഓഫ് HRC ഫ്യൂസ്. HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എന്താണ്? 1.1. ഫ്യൂസിങ് ഫാക്ടർ എന്താണ്? അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുക, എല്ലാവരും പഠിക്കുക. 76ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലോഡ് ഓൺ ഈച്ച് പവർ സബ് സർക്യൂട്ട് കുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു. ഓരോ സബ് സർക്യൂട്ടിന്, ഈച്ച് പവർ സബ് സർക്യൂട്ടിന് ലോഡ് റെസ്ട്രിക്റ്റഡ് ടു എത്ര വാട്ട് എന്ന് ചോദിച്ചിട്ടുള്ളത്? എത്ര? 3000 വാട്ട്. എ സ്ട്രൈറ്റ് ലൈൻ വിച്ച് റെപ്രസെൻറ്റ്സ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ബോത്ത് ഇൻ വാല്യൂ ആൻഡ് ഡയറക്ഷൻ. അതിന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഏതാണ് ബോത്ത് ഇൻ വാല്യൂ ആൻഡ് ഡയറക്ഷൻ എന്ന് ചോദിച്ചിട്ടുള്ളത്. സ്ട്രേറ്റ് ലൈൻ വിച്ച് റെപ്രസെൻറ്റ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഏതാണ്? ആൻസർ ഇറ്റ് ഇസ് എൻ വെക്റ്റർ. അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതിനെന്തുണ്ട്? ഡയറക്ഷനും ഉണ്ട്, അല്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റി. 78ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ദ ആവറേജ് വാല്യൂ. RMS വാല്യൂ ടു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോം ഫാക്ടർ. ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പവർ ഇൻ RL സർക്യൂട്ടിൽ. RL സർക്യൂട്ടിൻ്റെ പവർ കാണാനുള്ള ഫോർമുല എന്താണ് ചോദിച്ചിട്ടുള്ളത്? എന്താണ്? ഇറ്റ് ഇസ് വാട്ട്? VI cos phi. 80ാമത്തെ ക്വസ്റ്റ്യൻ, എ സീരീസ് RL സർക്യൂട്ട് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 15 ohm ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് 20 ohm. ദ ഇംപെഡൻസീസ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസും ഇംപെഡൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇംപെഡൻസിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. അത് ചെയ്ത് നോക്കുക, നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക. 25 ohm ആണ് കിട്ടുന്നത്. ആൻസർ. ദ അപ്രോക്സിമേറ്റ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് 3 phase 5 HP ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ എത്ര ആംബിയർ ആണ്? ഫുൾ ലോഡ് കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. എത്ര ആംബിയർ ആണ്? ഒരു 3 phase 5 HP ഇൻഡക്ഷൻ മോട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആംബിയർ റേറ്റിംഗ്, കറണ്ട് റേറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? ഇറ്റ് ഈസ് 30 ആംബിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 30 ആംബിയർ അല്ല, ഇറ്റ് ഈസ് 7.5 ആംബിയർ ആണ്. മാറിപ്പോയി. ദ അപ്രോക്സിമേറ്റ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് എ 3 phase 5 HP ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എത്ര ആംബിയർ ആണ്? ഇറ്റ് ഈസ് 7.5 ആംബിയർ ആണ്. ഓക്കെ. അടുത്ത 82ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫേസ് കറണ്ട് ഓഫ് എ സ്റ്റാർ കണക്റ്റഡ് 3 phase ഈസ് 10 ആംബിയർ. ദ ലൈൻ കറണ്ട്. സ്റ്റാർ കണക്ഷനിൽ ഫേസ് കറണ്ടും ലൈൻ കറണ്ടിലും ഇക്വേഷൻ റിലേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് നോക്കുക. ആൻസർ 10 ആംബിയർ കിട്ടുന്നുണ്ടോ നോക്കുക. സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഹാസ് ഡാഷ്. സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് എന്താണ്? ഇറ്റ് ഹാസ് എ വൗണ്ട് റോട്ടർ ആണ് ഉള്ളത്. സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ. ദ ഹയസ്റ്റ് വാല്യൂ അറ്റൈൻഡ് ബൈ ദ കറണ്ട് ഓർ വോൾട്ടേജ് ഇൻ ഹാഫ് സൈക്കിൾ. ഒരു ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംപ്ലിറ്റ്യൂഡ്. ബ്രീത്തർ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ. ദ സ്റ്റാർട്ടർ യൂസ്ഡ് ഫോർ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ ഏതാണ്? റെസിസ്റ്റൻറ്റ് ടൈപ്പ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത 87ാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടർ യൂസ് ഇൻ ബോത്ത് AC-ലും DC-ലും വർക്ക് ചെയ്യുന്ന മോട്ടർ. യൂണിവേഴ്സൽ മോട്ടർ. എപ്പോഴും റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. 88ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് വർക്ക്സ് ഓൺ ഹീറ്റിംഗ് ഇഫക്റ്റ്. ഹീറ്റ് നമുക്കറിയാം, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഇഫക്റ്റ് ഉണ്ട്. അപ്പം ഈ ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? ഇറ്റ് ഈസ് ഹോട്ട് വയർ ഇൻസ്ട്രുമെൻ്റ് ആണ്. മെഗർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. 91ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡാമ്പിംഗ് യൂസ്ഡ് ഇൻ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഡാമ്പിംഗ് ഏതാണ്? എഡി കറണ്ട് ഡാമ്പിംഗ്. ഇനി ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു. എന്താണ് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു? എന്ത് എനർജിയാണ്? മെക്കാനിക്കൽ എനർജി. ഇൻ പൈപ്പ് എർത്തിങ് ദ ഡയമീറ്റർ ഓഫ് GI പൈപ്പ് ഓർ എർത്ത് ഇലക്ട്രോളിസ് ഡാഷ് mm. എത്രയാണ്? ഇറ്റ് ഈസ് 3.18. ഓൺ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ ദ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് എ ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത്, ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിൽ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് എന്താണ്? PbO2, ലെഡ് ഡയോക്സൈഡ് ആണ്. ഓക്കെ. 95ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ടോട്ടൽ EMF ഓഫ് ഇഫ് 8 cells of 1.5 volt ഈച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ.
EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. നിങ്ങളത് നോക്കുക, അത് ചെയ്ത് നോക്കുക. ഒരു ഇക്വേഷനുണ്ട് E/R+R അങ്ങനെ എന്തോ ഒരു ഇക്വേഷനാണ്. അത് നോക്കുക, അതിൽ കിട്ടുന്നുണ്ടോ നോക്കുക ആൻസർ. നമ്മുടെ ആൻസർ വരുന്നത് 1.5 വോൾട്ടാണ്. ഓക്കെ. അടുത്ത 96ാമത്തെ ക്വസ്റ്റ്യൻ. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഡാഷ്. എങ്ങനെയാണ് കമ്പ്യൂട്ടർ സെഗ്മെൻറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അത് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെ വെച്ചാണ് ഇറ്റ് ഇസ് യൂസ്ഡ് ബൈ മൈക്ക ഷീറ്റ്സിൻ്റെ ഇടയ്ക്കാണ് ഇൻസുലേഷൻ ഉള്ളത്. ഇലക്ട്രിക്കൽ ഡിഗ്രി ടു മേക്ക് വൺ സൈക്കിൾ ഇലക്ട്രിക്കൽ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ദ EMF ഇൻഡ്യൂസ്ഡ് വിൽ ബി മോർ വെൻ ഫ്ലക്സ് ഈസ് ചേഞ്ച്ഡ് അറ്റ് ഡാഷ്. EMF കൂടുതലാണെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഫ്ലക്സ് ചേഞ്ച് ഏത് റേറ്റിൽ വരുമ്പോഴാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായി വരുന്നത്? ഹൈ റേറ്റിൽ, ഫ്ലക്സ് ഹൈ റേറ്റിലാവുമ്പോഴാണ്. ഹീറ്റ് പ്രൊഡ്യൂസിനെ കറണ്ട് കാരിങ് കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഹീറ്റിന്. ജൂൾസ് ലോ ഓഫ് ഹീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? I²RT. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ലൈക്ക് മൈക്ക ഇംപ്രിഗ്നേറ്റഡ് ഇൻ വാർണിഷ് ബിലോങ് ടു ക്ലാസ്. ഈ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. കുറച്ച് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഏത് ക്ലാസ്സിൽ വരുന്നതെന്ന് നിങ്ങൾ പഠിക്കുക. എപ്പോഴും ചോദിക്കുന്നതാണ്. B ആണ് വരുന്നത് ആൻസർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെറ്റ് 8 ക്വസ്റ്റ്യൻ പേപ്പർ. ഇതെല്ലാം പഠിക്കുക. ഇതൊക്കെ നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നല്ലപോലെ പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം, ഫോർമുലാസ് ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്രാഷ് കോഴ്സിന് ആരും മറക്കാതിരിക്കുക. നമ്മുടെ ഡിസംബറിൻ്റെ ഇലക്ട്രിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ൻ്റെ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ. താങ്ക് യു.